ഞാനില്ലേ ഒരുപാട് ആഗ്രഹിച്ചൊരു യാത്രയാണ് കേട്ടോ ഇത്. ഇതെവിടെയാണെന്നായിരിക്കും അല്ലേ, ഇത് കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടുന്ന് പുറപ്പെട്ടിരുന്നു കേട്ടോ. ഇതാണ് ബാവലിപ്പുഴ. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് മുങ്ങി കല്ലെടുത്തു, കല്ല് ഉരച്ചു നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് ഭസ്മമാണ് കിട്ടിയത്. എനിക്ക് മൂക്കും രായ്ക്കൊക്കെ ഭസ്മം തന്നെ കേട്ടോ കിട്ടിയത്. പിന്നെ ഇതാ കുറേ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിച്ചാൽ പറയണ്ട, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുളിച്ചിട്ട് അവിടെ വന്ന് ക്യൂവിൽ നിന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ എന്താ എങ്ങനെയാണെന്ന് വലിയ ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ ക്യൂവിന് പുറത്തൂടെ ആളുകൾ പോകുന്നുണ്ടായിരുന്നു, തിരിച്ചു വരുന്നുണ്ടായിരുന്നു തൊഴുതിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അപ്പോൾ ക്യൂവിൽ നിൽക്കാതെ പോകുന്നത് എന്താ അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ. ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ക്യൂവിൽ നിന്നാൽ എന്താ, എങ്ങനെ തൊഴാം, ക്യൂ ഇല്ലാതെ വന്നാൽ എങ്ങനെയാണ് തൊഴാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് അവിടുത്തെ കാഴ്ചയാണ് ഇതൊക്കെ. ആന വരുന്നുണ്ട്, ആനനെ അവർ കുളിപ്പിച്ച് പിന്നെ അതിന് ഭക്ഷണമൊക്കെ ആയിട്ട് അതിൻ്റെ ഓല ഉണ്ടല്ലോ ആ പട്ടയൊക്കെ ആയിട്ട് അത് തിരിച്ച് പോവുകയാണ് അമ്പലത്തിലേക്ക്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ആ ക്യൂവിൽ നിൽക്കുന്ന സമയത്തുള്ള വീഡിയോസാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഞായറാഴ്ച ആണല്ലോ, പൊതുവേ ഞായറാഴ്ചയാണ്. പിന്നെ ഇനി അധികം സമയമില്ലല്ലോ പെണ്ണുങ്ങൾക്ക് കയറാനുള്ള. അപ്പോൾ അതുകൊണ്ടാവാം ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങളൊരു 7 മണിക്ക് കയറിയിട്ട് ഞങ്ങളൊരു 2 മണിയായി കഴിച്ചിലായി വന്നപ്പോൾ അവിടുന്ന്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ മെല്ലെ മെല്ലെയാണ് കേട്ടോ നീങ്ങുന്നത്. അതെന്താ വെച്ചാൽ ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തു നിന്നും ക്യൂ ഉണ്ടായിരുന്നു. അത് നമുക്ക് അറിയണ്ടായില്ല. കുറച്ച് നടക്കും, പിന്നെ ഒരു 15 മിനിറ്റ് അല്ല അരമണിക്കൂറോളം അങ്ങനെ നമ്മൾ നിൽക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ കടത്തിയിടുക. അങ്ങനെയായിരുന്നു കേട്ടോ. അതിന് ഞങ്ങൾ കുറേ നടന്ന് മുന്നേക്ക് വന്നു. അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്തു. അതിന് മുന്നേ വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടോ വയ്യാണ്ടായ ആൾക്കാരെയൊക്കെ ഒരു സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നുണ്ട്. സേവാഭാരതീൻ്റെ ആൾക്കാരാണെന്ന് തോന്നിയിട്ട് അതൊക്കെ. പിന്നെ എന്താ വെച്ചാൽ നല്ല രസമാണ് കാണാൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അത്. എന്താ വെച്ചാൽ മഴ, പുഴ, ആളുകൾ, ഭഗവാൻ